ഉയർക്കുന്നൊരു പണ്ഡിതൻ വരാനുണ്ട്. ആരാണ് പണ്ഡിതന്മാരെ മുഴുവനും പറയുന്നു? ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ്. ആ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കേട്ടില്ലേ നിങ്ങൾ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭാര്യമാരോ അവിടുത്തെ പെൺകുട്ടികളോ അതുപോലെ സഹാബത്തിന്റെ പെണ്ണുഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും അടുത്ത സ്ത്രീകളോ ജുമുഅ ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് ഇറങ്ങി പുറപ്പെട്ടതായി ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ് ഈ 2021 ജീവിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതമില്ല. കാരണം ഞാൻ കാണാത്ത എത്ര കിതാബുകളുണ്ട്, ഞാൻ കാണാത്ത എത്ര ഹദീസുകളുണ്ട്. അല്ല, ഞാനൊന്നും കണ്ടിട്ടില്ല, ഒരു കിതാബും കണ്ടിട്ടില്ല, ഞാൻ കൂടുതൽ ഒന്നും കണ്ടതായി പറയാനില്ല. പക്ഷേ ശാഫി ഇമാം റളിയല്ലാഹു അൻഹു എന്നെ പോലെയാണോ? അല്ല, നമ്മളെ ഈ കാലത്ത് ജീവിക്കുന്ന ഏതെങ്കിലും ആലിമീങ്ങളെ പോലെയാണോ? ഏതെങ്കിലും പണ്ഡിതന്മാരെ പോലെയാണോ? അല്ല അല്ല, എല്ലാ ഇമാമികളും എല്ലാ നേതാക്കളും എല്ലാ നിലക്കും പിന്തുടരുന്ന നേതാവല്ലേ ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ്. ആ ശാഫി ഇമാം തങ്ങളാ പറയുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭാര്യമാരോ അവിടുത്തെ പെൺകുട്ടികളോ ജുമുഅ ജമാഅത്തിന് വേണ്ടി അവിടുത്തെ ഭാര്യമാരെയോ പെൺകുട്ടികളെയോ ജുമുഅ ജമാഅത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറക്കി പുറപ്പെടുവിച്ചതായി ഞാൻ എവിടെയും കണ്ടിട്ടേ ഇല്ല. എവിടെയാ വീട്? എവിടെയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ മഹദി ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട് എവിടെയാ? മദീനത്തെ പള്ളിയോട് ചേർന്ന് കിടക്കുന്ന വീടാ. ഒന്ന് കാലം കെടുത്തു വെക്കാനേ ഉള്ളൂ. ഏതായാലും ജുമുഅ ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോയതായി കണ്ടിട്ടില്ല. അതുകൊണ്ട് എന്റെ വയല് കേൾക്കുന്ന ഉമ്മമാരെ, നിങ്ങൾ ജുമുഅ ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകേണ്ടതില്ല. ബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, നിങ്ങൾ വീട്ടിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം കേട്ടോ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇരിക്കട്ടെ, പറഞ്ഞത് മറന്നുപോയോ നിങ്ങൾ? എന്തേലും നാട്ടിന്റെ പേര് ബെഡ്ക്കൽ, കെതുമ്പാടി. കെതുമ്പാടിയിലെ നിങ്ങളെ പള്ളി, ആ പള്ളി ഇപ്പൊ ഉത്തരം കിട്ടിയോ? ഇല്ലേ, ഇപ്പം കിട്ടിയിട്ടില്ല അല്ലേ? അപ്പുറത്തെ ഭാഗത്ത് എത്ര ഡോറുണ്ട് എന്നാ ഞാൻ ചോദിച്ചത്. നിങ്ങൾ എപ്പോഴും പോകുന്ന പള്ളിയിൽ എത്ര ഡോറുണ്ട് എന്ന് ചോദിച്ചപ്പോ മറുപടി പറയാൻ കഴിഞ്ഞോ? ഇപ്പൊ കുറെ ആളിങ്ങനെ നോക്കുകയാണ്, ഇനി മുന്നത്തെ ചോദിക്കൂ. അപ്പൊ അതിന്റെ പറഞ്ഞു കൊടുക്കണം, ഇപ്പൊ തന്നെ നോക്കിക്കളയാ അല്ലേ? അങ്ങോട്ടോ കണ്ട ഇങ്ങോട്ട് നോക്കിയാൽ മതി. ഞാൻ ചോദിക്കുന്നില്ല, ഒരു സൈഡിൽ കിട്ടിയില്ല പിന്നെ വേറെ സൈഡിൽ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത്ര ചെറിയ പള്ളിയുടെ ഡോറ് എവിടെയെന്ന് ചോദിച്ചിട്ട് പറയാൻ കഴിയുന്നില്ലല്ലോ. എന്നാ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി എന്ന് പറയുമ്പോ മക്കയിലെ മുശ്രിക്കീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തോൽപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തോൽപ്പിച്ച് കാണിക്കണം. സയ്യിദുനാ അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് വന്നിട്ട് പറയുന്ന, അബൂബക്കറേ, നിങ്ങളെ നേതാവ് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇന്നലെ രാത്രി ഒരൊറ്റ ദിവസം കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിൽ പോയി എന്നാ പറയുന്നത്. 7 ആകാശവും പോയി കണ്ടു. അതവിടെ നിൽക്കട്ടെ, ബൈത്തുൽ മുഖദ്ദസ് പോയത് എന്നെ വിശ്വസിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയുന്നില്ല. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, എന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അത് സത്യമാണ്, എനിക്കതിൽ സംശയം ഇല്ല. അങ്ങനെയല്ലേ സിദ്ദീഖ് എന്ന സ്ഥാനപ്പേര് മഹാനായ സയ്യിദുനാ അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കിട്ടിയത്. സംശയം ചോദിച്ചിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചിട്ടില്ല, ഒന്നും ചോദിച്ചിട്ടില്ല. പിന്നെ എന്താ മറുപടി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എന്നാ പിന്നെ എനിക്കതിൽ സംശയമില്ല. കാരണം ഇതുവരെ ഒരു കളവും പറയാത്ത നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നായിട്ടൊരു കളവ് പറയണോ? ഇത്രയും കാലം കളവ് പറയാതെ ഇന്നായിട്ടൊരു കളവ് പറയണോ? എന്റെ നേതാവ് കളവ് പറയൂല. ഇതാ വിശ്വാസികളെ അടിയുറച്ച വിശ്വാസം എന്ന് പറയുന്നത്. ഒരു നേതാവിന്റെ കീഴിൽ അണികളായി നിൽക്കുമ്പോ ആരെങ്കിലും എന്തെങ്കിലും ആരോപണം പറയുമ്പോഴേക്ക് പഠിച്ചോനെ എന്റെ നേതാവിന് എന്ത് പറ്റിയെന്ന് തോന്നാൻ പാടില്ല. പിന്നെ അടിയുറച്ച വിശ്വാസം വേണം. അതൊക്കെ ആരോപണങ്ങളാണ്. അങ്ങനെ പല ആരോപണങ്ങൾ അഴിച്ചു വിടും. അത് കേട്ടിട്ട് ഞാൻ അവരെ തെറ്റിദ്ധരിച്ച അള്ളാഹിനോട് മറുപടി പറയേണ്ടി വരും. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്
ഒരു സാധാരണക്കാരന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഞാൻ നിങ്ങളോട് ബൈത്തുൽ മുഖദ്ദസിന്റെ ഡോറാ ചോദിച്ചത്? അല്ല, നിങ്ങൾ എപ്പോഴും നിസ്കരിക്കാൻ വരുന്ന പള്ളിയിലെ ഡോർ ചോദിച്ചിട്ട് പറഞ്ഞു തരാൻ കഴിഞ്ഞില്ല. അള്ളാന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ സമയം ബൈത്തുൽ മുഖദ്ദസ് ഒക്കെ കാണിച്ചു കൊടുത്തു. മുഅ്ജിസത്ത് മുഖേന കണ്ടു. ഓരോ ഡോർ എണ്ണി അങ്ങ് പറഞ്ഞു കൊടുത്തു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കട്ടെ. ആ യാത്ര പോയി, വാനലോകത്തേക്ക് പോയി. നീണ്ട യാത്രയാ. ആ യാത്രയിലാ മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം നിസ്കരിക്കുന്നതായി നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടത്. ഇരിക്കട്ടെ, ആ യാത്ര കഴിഞ്ഞ് അവസാനം എവിടം വരെ എത്തിയെന്നറിയോ? ഏഴാകാശവും കണ്ടു, സ്വർഗം കണ്ടു, നരകം കണ്ടു. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യാത്രയിൽ കണ്ടു ഒരാളെ സ്വർഗത്തിൽ. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആയിഷ, ഞാൻ സ്വർഗ്ഗത്തിൽ പോയപ്പോൾ റളിയല്ലാഹു അൻഹ സ്വർഗ്ഗത്തിൽ നിന്ന് ഞാൻ ഇങ്ങനെ കേട്ടു, ആരോ ഖുർആൻ ഓതുന്നത് കേട്ടു. ആയിഷ, അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ചോദ്യം, ആരാണ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തിൽ വെച്ച് ഖുർആൻ ഓതുന്നത് കേട്ടത്? ആരാ ഖുർആൻ ഓതിയത് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഞാനാകുമോ എന്നുള്ളൊരു പ്രതീക്ഷ എന്തായാലും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഉണ്ടാകൂലേ? ആരാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോഴാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, ഹാരിസത്ത് ബിൻ നുഅ്മാൻ. ഹാരിസത്ത് ബിൻ നുഅ്മാനാണ് ആയിഷ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറുപ്പക്കാരെ, നമ്മൾ ന്യൂ ജനറേഷനാണ്. നമ്മൾ ന്യൂ ജനറേഷനാണ്. ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഏറ്റവും പുതിയ ജനറേഷൻ എന്നേ അതിനർത്ഥമുള്ളൂ. അതിന് വേറെ അർത്ഥമൊന്നും ഞാൻ കണ്ടിട്ടില്ല. എന്താ അർത്ഥം? ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പുതിയ ജനറേഷൻ അല്ലേ? പുതിയ സമൂഹം. ഇത് പറഞ്ഞാൽ ഒക്കെ ഹലാലാകുന്ന ചിലർ വിചാരിച്ചത്. ന്യൂ ജനറേഷന്റെ പരിപാടിയാണ് എന്ന് പറഞ്ഞാൽ എല്ലാം റെഡിയായി അല്ലേ? ന്യൂ ജനറേഷന്റെ ആളുകളായ പുതിയ പുതിയ പരിപാടികളാണ് എന്ന് പറഞ്ഞാൽ ഒക്കെ ഹലാൽ. എന്റെ ചെറുപ്പക്കാരായ കൂട്ടുകാരെ, നിങ്ങൾ ന്യൂ ജനറേഷനായാൽ ഓൾഡ് ജനറേഷനെ തള്ളിപ്പറയുന്നവരാകരുത്. പഴയ ജനറേഷനിലുള്ള ആളുകളെ തള്ളിക്കളയുന്നവരാകരുത്. മറിച്ചോ, ന്യൂ ജനറേഷൻ നല്ല അള്ളാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിക്കുന്ന ന്യൂ ജനറേഷനാണോ? എന്റെ വയല് കേൾക്കുന്ന ചെറുപ്പക്കാരെ, ഓൾഡ് ജനറേഷന് ബഹുമാനം നൽകണം. പഴയ ജനറേഷന് ബഹുമാനം നൽകണം എന്ന് പറഞ്ഞാൽ പ്രായമുള്ളവരെ ബഹുമാനിക്കണം, പ്രായമുള്ളവരെ ആദരിക്കണം, പ്രായമുള്ളവരെ അനുസരിക്കണം, അവരെ ബഹുമാനിക്കണം. അതിൽപ്പെട്ടതാണ് സ്വന്തം ഉമ്മാനെ ബഹുമാനിക്കണം, ബാപ്പനെ ബഹുമാനിക്കണം, ഉമ്മാമനെ ബഹുമാനിക്കണം, ഉപ്പാപ്പനെ ബഹുമാനിക്കണം. മക്കളെ, ചിലപ്പോൾ ഉമ്മാമക്ക് നിങ്ങൾക്ക് വാട്സപ്പ് യൂസ് ചെയ്യുന്നത് പോലെ ഉപയോഗിക്കാൻ ചിലപ്പോൾ അറിയൂല. നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കുന്നത് പോലെ ബാപ്പക്ക് മൊബൈൽ ഉപയോഗിക്കാൻ അറിയൂല. നിങ്ങൾ മൊബൈലിൽ കളിക്കുന്നത് പോലെ ഉമ്മാക്ക് കളിക്കാൻ അറിയൂല. അതുകൊണ്ട് എന്റെ ഉമ്മ തിരിവാടില്ലാത്തവളാണെന്ന് ചിന്തിച്ചേക്കരുത്. ഉമ്മാക്ക് ചിലപ്പോ ഇംഗ്ലീഷ് എഴുതാൻ അറിയില്ല, ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല, മൊബൈലിൽ നിന്ന് നമ്പർ എടുത്തു കൊടുക്കാൻ അറിയില്ല. ഇതിന്റെ പേരിൽ ഉമ്മാനെ കൊച്ചാക്കി കാണരുത്, ബാപ്പനെ കൊച്ചാക്കി കാണരുത്. എങ്ങനെയാണ് നബിയെ സ്വർഗത്തിലെത്തിയത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, ആയിഷ, ഹാരിസത്ത് ബിൻ നുഅ്മാൻ ഉമ്മാനെ വല്ലാതെ ബഹുമാനിച്ചയാളാണ്, ഉമ്മനെ വല്ലാതെ സ്നേഹിച്ചയാളാണ്, ഉമ്മനെ വല്ലാതെ ആദരിച്ച ആളാണ്. ഇതിന്റെ പേരിൽ അല്ലാഹു കൊടുത്ത പവറാണ് ആയിഷ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ചെറുപ്പക്കാരായ കൂട്ടുകാരെ, ചിലപ്പോൾ നമ്മളെ ഉമ്മമാര് പറയുന്നത് നമ്മളെ ഈ ജനറേഷനോട് യോജിക്കാത്തതാകാം, ഈ കാലഘട്ടത്തിൽ യോജിക്കാത്തതാകാം, ഈ കാലഘട്ടത്തിൽ താല്പര്യപ്പെടാത്തതാകാം.
അവിടെ നമ്മൾ അവരോട് കരർത്ത് സംസാരിക്കരുത്, അവരോട് വെറുപ്പ് പിടിക്കരുത്, അവരെ ചീത്ത വിളിക്കരുത്, അവരെ നിസാരപ്പെടുത്തരുത്. ഏതുപോലെ KSEBിന്റെ ബില്ലില്ലേ, എങ്ങനെ KSEBിന്റെ ബില്ലില്ലേ, ഇവിടെ കറണ്ടില്ലേ, ഉണ്ടോ? ആ ഉണ്ട്. കർണാടകന്റെതോ കേരളത്തിൻ്റെതോ? രണ്ടാളും കൂടിയാ? രണ്ടാളും കൂടി. കുറേയാൾക്ക് കർണാടകന്റെ ആണ്, കുറേയാൾക്ക് കേരളക്കാരതാണ്. ആരതായാലും ഇല്ല, എല്ലാവരും കറണ്ട് തന്നെ. കേരളക്കാരന്റെ കറണ്ട് തൊട്ടാ കറണ്ട് പിടിക്കാതിരിക്കോ? ഇല്ല. കർണാടകക്കാരന്റെ ലൈൻ വഴി തൊട്ടാൽ ഷോക്ക് അടിക്കാതിരിക്കോ? ഇല്ല. കറണ്ട് തന്നെയാണ്. അതൊക്കെ ഈ താൽക്കാലികമായി രാഷ്ട്രീയക്കാർക്ക് സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയാണ് കേരള, കർണാടക, കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂര് ഇങ്ങനെ തരംതിരിച്ചതൊക്കെ. ഏതിന്റെ പേരിലുള്ളതാ? അത് രാഷ്ട്രീയക്കാരുടെ സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതാ. അതിന്റെ പേരിൽ നമ്മൾ പരസ്പരം തർക്കിക്കാൻ പോകരുത്. അവ KSEBിന്റെ ബില്ല് വന്നു, ഒരു ഉദാഹരണം പറയാ. അല്ലെങ്കിൽ ഫോണിന്റെ ബില്ല് വന്നു, ടെലിഫോൺ എക്സ്ചേഞ്ചിൽ നിന്ന് വരുന്ന ബില്ല് വന്നു. ഇപ്പൊ അത് വളരെ കുറവായിരിക്കും അല്ലേ, വൈഫൈന്റെ ഉണ്ടാവും. ആ ബില്ല് വന്നാല് ഉമ്മാക്ക് പണ്ട് കാലം മുതലേ ബില്ലടിച്ചിട്ടൊരു പരിചയമുണ്ട്, അതുപോലെ ബാപ്പക്ക് ബില്ലടിച്ചിട്ടൊരു പരിചയമുണ്ട്. അതെങ്ങനെയാ? അത് അവിടെ കൊടുത്ത് അവരോട് സംസാരിച്ച് അത് അവിടെ പൈസ കൊടുത്ത് അതിന്റെ ബാക്കിയും കിട്ടി സീലും വാങ്ങി വന്നാലേ ഉമ്മാക്ക് സമാധാനാവുള്ളൂ. അതുപോലെ ട്രെയിനിന്റെ ടിക്കറ്റ് ആ ഉമ്മാക്ക് കിട്ടണമെങ്കിൽ ട്രെയിനിൽ പോയി നല്ല പരിചയമുള്ള ഉമ്മയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ഒരു ചോന്നതും ഒരു ചെറിയ ചോപ്പ് കളറും വെള്ളയൊക്കെ മിക്സ് ആയിട്ട് വരുന്ന ഒരു ടിക്കറ്റ് ഉണ്ട്. ആ ടിക്കറ്റ് കിട്ടണം അല്ലേ, എന്നാലേ ഉമ്മാക്കും പാപ്പാക്കും സമാധാനമാവും. ഇപ്പൊ ന്യൂ ജനറേഷന്റെ ആളുകൾക്കോ അവർക്ക് മൊബൈലിൽ 2 ക്ലിക്ക് ചെയ്താൽ KSEBിന്റെ ബില്ല് കഴിഞ്ഞു. പിന്നെ 3ാമത്തെ ക്ലിക്കിന് കറണ്ടിന്റെ ബില്ലും കഴിഞ്ഞു. ഇനി എന്താ ഉമ്മ വേണ്ടത്? ട്രെയിനിന്റെ ടിക്കറ്റ്. എന്താ അതും പിടിച്ചോ. അപ്പൊ ഉമ്മ പറയാണ്, എനിക്ക് ഈ ടിക്കറ്റ് വേണ്ട, എനിക്ക് ആ പഴയ ടിക്കറ്റ് വേണോ. അപ്പൊ ഈ കുട്ടി ചോദിക്കാണ്, അല്ല ഏത് കാലത്താ ജീവിക്കുന്നത് അല്ലേ, ഏത് കാലത്താ ജീവിക്കുന്നത്? അതൊക്കെ മാറിയില്ലേ, അതൊന്നും വേണ്ടില്ല, ഇപ്പൊ വീട്ടിൽ തന്നെ ഇരുന്നാ കിട്ടും. അപ്പൊ ഈ ഉമ്മ പറഞ്ഞു, മോനെ എനിക്ക് അമ്പില് കിട്ടിയാലേ സമാധാനമാവുള്ളൂ. അങ്ങനെ ഉണ്ടാവും ചില ഉമ്മമാര് കുറച്ചൊക്കെ അപ്ഡേഷൻ ആകണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അതേ സ്ഥാനത്ത് ഒരു ഉമ്മാക്ക് ഒരു നിലക്കും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, ഒരു നിലക്കും ഒരു ഉമ്മാക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, ഒരു വാപ്പക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്നാൽ ആ ഉമ്മക്കും ബാപ്പക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, ഉൾക്കൊള്ളണം, അത് മറ്റൊരു വിഷയമാണ്. കറണ്ടിന്റെ ബില്ല് അടച്ചാ പോരെ, കറണ്ടിന്റെ ബില്ല് അടക്കണം എന്നല്ലേ ഉള്ളൂ, അതേ കോലത്തിലാകണമെന്നുണ്ടോ? അങ്ങനെയില്ല. അത് ഖുർആനിലും സുന്നത്തിലൊന്നും പറഞ്ഞ കാര്യമൊന്നുമല്ല, കറണ്ടിന്റെ ബില്ല് ഇങ്ങനെ തന്നെ ആകണോ. അതേ സ്ഥാനത്ത് ഒരു ഉമ്മാക്കും ബാപ്പക്കും ഒരു നിലക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ആ ഉമ്മ പറയാണ്, എനിക്ക് ആ പഴയ ബില്ല് കിട്ടണം, എനിക്ക് ആ പഴയ ടിക്കറ്റ് വേണം എന്ന് പറഞ്ഞാൽ ആ ഉമ്മനെ ബോധ്യപ്പെടുത്തുന്നത് വരെ എന്ത് വിവരക്കേടാ ഉമ്മ നിങ്ങൾ ഈ പറയുന്നത് എന്ന് ചോദിക്കാൻ പാടില്ല, എന്ത് വിഡ്ഢിത്തമാ ഉമ്മ നിങ്ങൾ ഈ പറയുന്നത് എന്ന് ചോദിക്കാൻ പാടില്ല. ഉമ്മനെ നിസാരപ്പെടുത്തുന്ന വാക്കുകൾ അവിടെ പ്രയോഗിക്കാൻ പാടില്ല. ഉമ്മ എന്ന് പറയുന്നത് ചെറുതല്ല. ഒരു മൂമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അവന്റെ ജീവിതത്തിന്റെ എല്ലാ വിജയത്തിന്റെ വഴികളും കയ്യിൽ കിടക്കുന്നത് ആരുടെ കയ്യിലാ? അവന്റെ ഉമ്മാന്റെ കയ്യിലാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അതേ വന്നിട്ട് ഒരാൾ ചോദിച്ചില്ലേ, എനിക്ക് ഏറ്റവും കടപ്പാട് ആരോടാണ് നബിയേ? ഉമ്മുക, നിന്റെ ഉമ്മയോടാണ്. വീണ്ടും ചോദിച്ചു, ആരോടാ? നിന്റെ ഉമ്മയോടാ. വീണ്ടും ചോദിച്ചു, അപ്പോഴും പറയുന്നു ഉമ്മുക, നിന്റെ ഉമ്മാനോടാണ്. മൂന്നാമതും ചോദിച്ചിട്ട് 4ാമത്തെ ചോദ്യം ചോദിച്ചപ്പോഴാണ് അബാ, നിന്റെ വാപ്പനോടാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ഉമ്മാന്റെ ബഹുമാനം എത്രയാ, ബാപ്പന്റെ ബഹുമാനം എത്രയാ. അവര് ചിലപ്പോൾ അപ്ഡേഷൻ കുറഞ്ഞവരായിരിക്കാം, നമ്മളെ പുതിയ മേഖലകളിൽ പരിചയമില്ലാത്തവരായിരിക്കാം. ഇതിന്റെ പേരിൽ അവരെ ആക്ഷേപിക്കരുതേ ചെറുപ്പക്കാരെ, ഇതിന്റെ പേരിൽ അവരെ നിസാരപ്പെടുത്തരുതേ ചെറുപ്പക്കാരെ, ഇതിന്റെ പേരിൽ അവരെ കുറ്റം പറയരുതേ ചെറുപ്പക്കാരെ. നമ്മുടെ ഭാവിയും ആഖിറവും നശിക്കാൻ അത് കാരണമായി പോകും കേട്ടോ. നമുക്ക് ചിലപ്പോ തോന്നും ഇതൊന്നും ഉമ്മാക്ക് തിരിയൂല, പാപ്പാക്ക് തിരിയൂല, അങ്ങനെ തള്ളി പറയും, വലിയ ജോറനായിട്ട് പറയും. ഇവൻ ചിന്തിക്കൂല, ഒരു 10-30 കൊല്ലം കൂടി കഴിഞ്ഞാൽ നമ്മളെ മക്കളെ കയ്യിൽ എന്താ ഉണ്ടാകാന്ന് പറയാൻ അറിയോ? അവര് നമ്മളെ കുറിച്ച് പറയൂ, ഇതെന്ത് വാപ്പയാ, പണ്ടത്തെ മൊബൈൽ എടുത്ത് ഇങ്ങനെ നടക്കുന്നൊരു വാപ്പ അല്ലേ, അപ്ഡേഷൻ ഇല്ലാത്ത വാപ്പാന്ന് നമ്മളെ പറ്റിയും പറയും. അത് വൈകാതെ നമ്മൾ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഉമ്മമാരെ പറ്റി ഇങ്ങനെ ധരിക്കാൻ പാടില്ല. ഇപ്പൊ നമ്മൾ മൊബൈൽ എടുത്ത് ഇങ്ങനെ തോണ്ടിയാണ്, പിൽക്കാലത്ത് എന്താ വരിക എന്ന് ആർക്കറിയാം. കണ്ണിന്റെ ഉള്ളിൽ തന്നെ വെക്കുന്ന ലെൻസോ അതിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും ചിലപ്പോ മൊബൈൽ അല്ലേ, കണ്ണിൽ തന്നെ ആയിരിക്കും, നോക്കേണ്ടി വരില്ല. കാരണം ഫുൾ ടൈം ഇത് വേണല്ലോ, കണ്ണിന്ന് പുറത്തേക്ക് ഇറങ്ങൂല ആള്
അല്ലെ? ഇപ്പൊ മൊബൈൽ അങ്ങനെയല്ലേ, ഫുൾ ടൈം കയ്യിൽ വേണം. ആര് കൂടെ ഇല്ലെങ്കിലല്ല, ഭാര്യ കൂടെ ഇല്ലെങ്കിലേ ഇല്ല, ഭർത്താവ് കൂടെ ഇല്ലെങ്കിലേ ഇല്ല, നാട്ടുകാർ കൂടെ ഇല്ലെങ്കിലേ ഇല്ല, ആരും കൂടെ വേണമെന്നില്ല, ഒരാൾ കൂടെ വേണം. അല്ലേ? അതാരാ? മൊബൈല്. ഞാൻ വെറുതെ പറയല്ല. ഒമാനിലെ ജയിലിൽ നിന്ന് ഒരാൾ വിളിച്ചു. എങ്ങനെ? ഒമാനില് ജയിലിൽ നിന്ന് ഒരാൾ വിളിച്ചപ്പോ ഞാൻ അയാൾ സങ്കടം പറയാൻ വിളിച്ചതാ. അയാൾ പൂർണ്ണമായിട്ട് ഇപ്പോൾ രക്ഷപ്പെട്ടിട്ടില്ല. അള്ളാഹു അദ്ദേഹത്തിന് പൂർണ്ണമായി സലാമത്താക്കി കൊടുക്കട്ടെ. വിളിച്ചിട്ട് ഇയാൾ സങ്കടം പറഞ്ഞു, ജയിലിൽ കുടുങ്ങി പോയി. അപ്പൊ ഞാൻ ചോദിച്ചു, ജയിലിൽ മൊബൈൽ ഉപയോഗിക്കാൻ പറ്റുമോ? അപ്പൊ ഇയാൾ പറഞ്ഞു, ഉമ്മാനെ വിളിക്കാനേ മൊബൈൽ തരുള്ളൂ, മൊബൈൽ എങ്ങാനും ഉണ്ടെങ്കിൽ സാരമില്ലായിരുന്നു സ്ഥലേ, കുറച്ചൊക്കെ സമയം പോവായിരുന്നു. മൊബൈൽ ഇല്ലാത്തതുകൊണ്ട് ഒരു മിനിറ്റ് നീ കിട്ടുന്നില്ല. മൊബൈൽ ഇല്ലാത്തത് കൊണ്ട് ഒരു മിനിറ്റ് നീ കിട്ടുന്നില്ല. മൊബൈൽ എങ്ങാനും ഉണ്ടെങ്കിൽ ജയിലറിൽ ഒരു കുഴപ്പമില്ല, നല്ല ഭക്ഷണമാണ് ഉസ്താദേ. അയാൾ എന്നെ ഉസ്താദ് വിളിച്ചിട്ട് നിങ്ങൾ ആരും ഉസ്താദ് വിളിക്കണ്ട കേട്ടോ, ഞാനൊരു മുത്താലിമാണ്. അയാളിങ്ങനെ പ്രസംഗമൊക്കെ കേട്ടിട്ട് വലിയ ആലിമാണെന്ന് വിചാരിച്ചിട്ട് വിളിച്ചതായിരിക്കും. അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇയാൾ ഫോണിൽ വിളിച്ചിട്ട് എന്നോട് പറയാണ്, മൊബൈൽ ഉണ്ടെങ്കിൽ ഒരു സാരമില്ലായിരുന്നു, ഭക്ഷണത്തിന് ഒരു കുറവില്ല, ഒരു പ്രയാസമില്ല, വീട്ടുകാരൊന്നും അറിയാതെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. മൊബൈൽ ഉണ്ടെങ്കിൽ മൊബൈലും ഇല്ല, ഇവിടെ വല്ലാത്ത ജയിലറയാണ്, ഒന്ന് രക്ഷപ്പെടാൻ വേർക്കണം. അള്ളാഹു സലാമത്താക്കി കൊടുക്കട്ടെ. അപ്പൊ ഈമാനുള്ള വിശ്വാസികളെ, ജയിലറയിലാണെങ്കിലും മൊബൈൽ ഇല്ലാതെ പറ്റൂല എന്ന് ചിന്തിക്കുന്ന കാലം വന്നുപോയി. വൈകാതെ മൊബൈലും ജയിലിൽ കൊടുക്കുന്ന കാലം വരും. കാരണം ആ നിലക്ക് മനുഷ്യൻ മൊബൈലുമായി ബന്ധമായി പോയി. നിസ്കരിക്കുമ്പോ മൊബൈൽ ഉപയോഗിക്കാൻ പറ്റുന്ന എന്തെങ്കിലും മസലുണ്ടോ എന്ന് അന്വേഷിക്കുന്ന കാലം വരും, വൈകാതെ വരും. എന്താ കാരണം? ഇവന്റെ ശരീരത്തിൽ നിന്ന് മൊബൈൽ വിട്ടുമാറൂല. അപ്പൊ ഈ നിസ്കാരത്തിൽ ഇവന്റെ മൊബൈൽ കൂടെ ഉണ്ടാകുമ്പോ നിസ്കാരം ശരിയാകുമോ എന്ന് മസല ചോദിക്കുന്ന കാലം വൈകാതെ വരും കേട്ടോ. എന്റെ വയത് കേൾക്കുന്ന ചെറുപ്പക്കാരെ, അപ്പൊ ചിലപ്പോ നമുക്ക് ഇതുപോലെ അപ്ഡേഷൻ ഉണ്ടാകൂല. നമ്മളെ മക്കള് നമ്മളെ മറികടക്കുന്ന അപ്ഡേഷൻ ആയിരിക്കും. അപ്പൊ നമ്മൾ അവിടെ മക്കളെ മുന്നിൽ തോൽക്കേണ്ട ഒരു സമയം ഇരിക്കുന്നതിനൊക്കെ വരാറുണ്ട് കേട്ടോ. ഇതിന്റെ പേരിൽ നമ്മളെ ഉമ്മമാരെയോ പാപ്പമാരെയോ ഉമ്മാമമാരെയോ പാപ്പമാരെയോ അറിവില്ലാത്തവരാണെന്ന് ചിത്രീകരിച്ച് ചെറുതായി കാണാൻ പാടില്ല. സ്വർഗത്തിലെത്തിയത് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു കൊടുത്തതല്ല. ഹാരിസത്ത് ബിൻ നുഅ്മാൻ ഉമ്മനെ ബഹുമാനിച്ചയാളാണ്, ഉമ്മാന്റെ പൊരുത്തം വാങ്ങിയയാളാണ്. എന്റെ വയത് കേൾക്കുന്ന ചെറുപ്പക്കാരെ, ജീവിതത്തിൽ വലിയ സമ്പാദ്യമാണ് കേട്ടോ. ഇരിക്കട്ടെ, സമയമുണ്ടെങ്കിൽ ഞാൻ പിന്നീട് കടന്നു വരാം. ഞാനിപ്പോ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇസ്രാ മിഅ്റാജിലെ യാത്ര നടത്തി. ആ യാത്രയിൽ എന്തൊക്കെ അത്ഭുതങ്ങളാ കണ്ടത്, എന്തൊക്കെ അത്ഭുതങ്ങളാ ദർശിച്ചത്, ഏതൊക്കെ അമ്പിയാക്കളെയാ കണ്ടുമുട്ടിയത്, ഏതൊക്കെ മലക്കുകളെയാ കണ്ടുമുട്ടിയത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ അവസാനം അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തി. എവിടെ? ഫൗഹാ ഇലാ അബ്ദിഹി മാ ഔഹാ. എല്ലാ വിവരങ്ങളും അറിയിച്ചു കൊടുത്തു, എല്ലാ വഴിയും ഹബീബായ നബി നിങ്ങൾക്ക് നമ്മൾ കൊടുത്തു. എത്രത്തോളം അവസാനം എത്തി എന്നറിയോ? ലോക സൃഷ്ടാവായ അല്ലാഹ്, ലോക സൃഷ്ടാവായ അല്ലാഹ്. അല്ലാഹ് ഒന്ന് പറഞ്ഞു നോക്കിയേ, അല്ലാഹ്. ഇങ്ങനെയാ പറഞ്ഞു നോക്ക, ഒന്ന് പറഞ്ഞു നോക്ക ഉറക്കെ, അല്ലാഹ്. ഉറക്കെ അല്ലാഹ്. മനസ്സറിഞ്ഞ് പറയണം. ഇത് ആരെയാ വിളിക്കുന്നത്? സ്വന്തം പെണ്ണുങ്ങളെ വിളിക്കല്ലേ, അല്ലെങ്കിൽ ഉമ്മാനെ വിളിക്കല്ല. ഇതുവരെയുള്ള എല്ലാ നിഅമത്തും തന്ന ലോക സൃഷ്ടാവായ അല്ലാഹ്. ആരാണ് റബ്ബ് സുബ്ഹാനഹു വ തആല? അവന്റെ ബഹുമാനം ഉണ്ടോ പറഞ്ഞു തീർക്കാൻ കഴിയുന്നു? അവന്റെ മഹത്വം ഉണ്ടോ ഒരാൾക്ക് പറഞ്ഞു തീർക്കാൻ കഴിയുന്നു? അല്ലാഹ്, അല്ലാഹ്. ഈ നാമം, ഈ ജലാലിയത്തിന്റെ ഇസ്മ, ഇത് ആത്മാർത്ഥമായി അങ്ങ് ചൊല്ലിയപ്പോ ബോധരഹിതരായി വീണുപോയ മഹാന്മാരില്ലേ? അല്ലാഹ്. ഈ ഇസ്മ കേട്ടപ്പോ കിടുകിടാ വിറച്ചു പോയ ധിക്കാരികളില്ലേ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ മരുഭൂമിയിൽ ഒരാളും ഇല്ലാത്ത സ്ഥലത്ത് വാള് കയ്യിൽ പിടിച്ച് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചില്ല, ആരുണ്ട് നിങ്ങളെ രക്ഷിക്കാൻ? അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മറുപടി എന്താ? അല്ലാഹ്. അതങ്ങ് കേൾക്കുമ്പോഴേക്ക് കയ്യിലുള്ള വാള് കയ്യിൽ നിന്ന് വീണുപോയി. ചരിത്രങ്ങൾ കേട്ടിട്ടില്ലേ? എന്താ കാരണം? അല്ലാഹ്.
ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഒരു ഈമാനുള്ള മൂമിനിന്റെ മനസ്സ് തതജാദയ പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു വൈദാ തുലിയത്ത് അലൈഹിം ആയാതു അവരെ മുന്നിൽ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതപ്പെട്ടു പോയാൽ വജിലത്ത് ഖുലൂബുഹും അവരെ ഹൃദയം ഇങ്ങനെ പേടിച്ചു വർക്ക്. ഒന്ന് എണീച്ച് ചെയ്ത് പറഞ്ഞു നോക്കി എല്ലാവരും. ഒന്ന് എണീച്ച് എല്ലാവരും ഉറങ്ങുക. ഒന്ന് പറഞ്ഞു നോക്കിയേ. അല്ലാഹ് 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 മനസ്സറിഞ്ഞ് പറയണം. മനസ്സിന് നല്ല സുഖം ഉണ്ടാവും. പക്ഷെ അതിനെന്ത് വേണം? മനസ്സറിഞ്ഞ് പറയണം. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഏറ്റവും ബഹുമാനമുള്ള ദിക്ർ അഫ്ളലുൽ ദിക്ർ എന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എത്ര പേരുണ്ട് അല്ലാഹുവിന് അല്ലേ? എത്ര പേരുണ്ട്? വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹുക്ക് ഉന്നതമായ നാമങ്ങളുണ്ട്. ഖുർആൻ ആ നാമങ്ങളൊക്കെ ഉണ്ടായിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഏറ്റവും ബഹുമാനമുള്ള ദിക്ർ ഏറ്റവും അഫ്ളലായ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മനസ്സറിഞ്ഞൊന്ന് പറഞ്ഞു നോക്ക്, നെഞ്ഞത്ത് കൈവച്ചൊന്ന് പറഞ്ഞു നോക്ക്, മനസ്സിന് നല്ല സമാധാനമാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹ് ഈ ഇസ്മ വല്ലാത്ത ബഹുമാനമുള്ള പേരാണ്. അല്ലാഹ് എന്ന ദിക്ർ മനസ്സറിഞ്ഞ് പറഞ്ഞു 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 അവസാനം അവിടെ തന്നെ വീണങ്ങ് മരിച്ചുപോയി. ഇങ്ങനെയില്ലേ ചില മഹാന്മാര്? ഞാൻ മുമ്പ് ഓൺലൈനിൽ ആ പ്രസംഗം ലഭ്യമായിരിക്കും. അല്ലാഹ് എന്ന പേരിനെ കുറിച്ച് മാത്രം പ്രസംഗിച്ച ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗം കേൾക്കാൻ കഴിയുമെങ്കിൽ യൂട്യൂബിൽ ലഭ്യമായിരിക്കും, കേട്ടോളൂ. ഞാനിപ്പോ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. അപ്പൊ അല്ലാഹ് എന്ന പേര് വലിയ ബഹുമാനമുള്ള പേരാ. മനസ്സിന് സമാധാനം എന്ന് പറയുന്നത് അത് എവിടുന്ന് കിട്ടേണ്ടതാ? ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്താ? ഏറ്റവും വലിയ സമ്പാദ്യം എന്താ? നല്ല വീടിലെ നല്ല ഭാര്യ, നല്ല മക്കള്, നല്ല ഭംഗിയുള്ളൊരു കാറും. അൽഹംദുലില്ലാഹ് സമാധാനായി. ആയോ ആയോ? നല്ല വീട്, നല്ല ഭാര്യ, നല്ല കാറ്, നല്ല കച്ചവടമുള്ളൊരു ഷോപ്പ്. സമാധാനായോ? ഇല്ലട്ടോ. വെറുതെ പറയാ, സമാധാനം ഉണ്ടാവില്ല. കേരളത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ ആരോ ആട്ടോ, അയാളെ പേരൊന്നും എനിക്കറിയാണ്ട്, ഞാൻ ഒരു ഉദാഹരണം പറയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ, അതുപോലെ കർണാടകയിലും അവരെ പറയാണ്ട് പോകണ്ട, കർണാടകയിലെ ഏറ്റവും വലിയ പണക്കാരൻ, പോകട്ടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പണക്കാരൻ. ഇയാള് രാവിലെ എഴുന്നേറ്റിട്ട് എന്താ ചെയ്യാ? രാവിലെ ഓർക്കിൽ നിന്ന് എഴുന്നേറ്റാൽ അയാൾ എന്താ ചെയ്യാ? നല്ല വിശ്വാസിയാണ്, ദിക്റൊക്കെ ചെല്ലും. ഓക്കെ, അതൊക്കെ കഴിഞ്ഞിട്ട് എന്താ ചെയ്യാ? ചായ കുടിക്കാൻ വേണ്ടി പോകും അല്ലേ? അപ്പൊ ഇയാള് ചായ കുടിക്കാൻ പോകുമ്പോ സ്വർണത്തിന്റെ ചായ ഉണ്ടാവോ? ഉണ്ടാവോ? കോടിക്കണക്കിന് ഉറുപ്പിന്റെ ആസ്തിയുള്ള ആളാ. ഇയാൾ എന്താ കുടിക്കുക രാവിലെ? സ്വർണത്തിന്റെ ചായ, പിന്നെ നല്ല സ്വർണത്തിന്റെ ബിസ്ക്കറ്റ്. ചായക്ക് കൂട്ടാനേ ഉണ്ടാവോ? നിങ്ങൾക്കൊന്നും ജീവനില്ലേ? എന്ത് ജീവനില്ലാതാ? കുറച്ചൊക്കെ പ്രതികരിക്കണ്ടേ? ഓൺലൈനിൽ വേണ്ട നിൽക്കുന്നത് പോലെ ആർക്കോ വേണ്ടി ഇങ്ങനെ ഇരിക്കരുത്. ചോദിക്കുന്നതിനൊക്കെ മറുപടി പറയണ്ടേ? അപ്പൊ രാവിലെ ചായ കുടിക്കുമ്പോ സ്വർണത്തിന്റെ കുടിക്കോ? ഇല്ല. വെള്ളിന്റെ ബിസ്ക്കറ്റ് ചായ കൂട്ടുവോ? ഇല്ല. അയാൾ കഴിക്കുന്ന എന്ത്? നമ്മൾ കഴിക്കുന്ന ബിസ്ക്കറ്റ് തന്നെ. ചിലപ്പോ പൈസ കൂടുതലുള്ള ബിസ്ക്കറ്റ് ആയിരിക്കും, ചിലപ്പോ പൈസ കൂടുതലുള്ള ചായ ആയിരിക്കും, ചിലപ്പോൾ ആ പൈസ കൂടുതലായിരിക്കും കൂടുതൽ മരുന്ന് ചേർത്തിട്ടുണ്ടാകുക അല്ലേ? പൈസ കൂടുതൽ കൊടുത്തിട്ടുണ്ടാവും, അതുകൊണ്ട് സാധനം നന്നാവോ? നിങ്ങൾ കാണുന്നില്ലേ? കേരളത്തിൽ നിന്ന് ഇപ്പൊ അടുത്തൊരാള് ഒരു വീഡിയോ കാണിച്ചു. എന്താ ആ വീഡിയോയിലുള്ളത്? അരി. ആ അരി നല്ല പോളിഷ് ചെയ്തിട്ട് പ്ലാസ്റ്റിക്കിന്റെ അരി പോലെ ആക്കി വെച്ചിരിക്കുന്നത്. ഏറ്റവും വിലയുള്ള അരി കേട്ടോ, ഏറ്റവും വിലപിടിപ്പുള്ള അരി. അരി കണ്ട ആരും എടുത്തു പോകും. എന്താ കാരണം? പോളിഷ് ചെയ്തതാണ്. അരി പോളിഷ് ചെയ്താണ്. പോളിഷ് ചെയ്തിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. നല്ല പണക്കാരൻ വന്നിട്ടാ ഏറ്റവും തിളക്കുള്ള അരി ഏതാ എടുത്തോ, കൊണ്ടുപോകൂലേ? കൊണ്ടുപോയിട്ട് കഴിക്കുന്നതോ പ്ലാസ്റ്റിക്. കൊണ്ടുപോയി കഴിക്കുന്നത് പ്ലാസ്റ്റിക്. അതുപോലെ പോളിഷ് ചെയ്ത അരി. ചിലപ്പോ പാവപ്പെട്ടവൻ റേഷൻ പീടികയിൽ നിന്ന് വാങ്ങിയ അരിയോ, നല്ല അരി. ഞാൻ ഒരു രാഷ്ട്രീയം ഇല്ലാത്ത ആളാട്ടോ, എന്നെ തെറ്റിദ്ധരിക്കണ്ടേ? അതേത് രാഷ്ട്രീയം കൊടുത്ത അരിയായാലും രാഷ്ട്രീയക്കാർ അരി തരുമ്പോഴേക്ക് അത് അവരുടെ ഔദാര്യാണെന്ന് വിചാരിക്കരുത്.
ഇന്നലെ ഒരു സ്ഥലത്ത് ഒരു പോസ്റ്റർ കണ്ടു. എന്താണ്? ഒരു സ്ഥലത്ത് വലിയ ഫ്ലെക്സ് കെട്ടി തൂക്കിയിരിക്കുന്നു. ഞങ്ങളെ നാട്ടിലെ റോഡിന്റെ വികസനത്തിന് വേണ്ടി ഫണ്ട് അനുവദിച്ചു തന്ന ഇന്നയാൾക്ക് അഭിനന്ദനം. ഞാനിങ്ങനെ ചിന്തിച്ചു, എന്താ അഭിനന്ദനം പറയാനാ? നമ്മളോടൊക്കെ ടാക്സ് വാങ്ങി, നമ്മളോടൊക്കെ പൈസ വാങ്ങി, എല്ലാരോടും പൈസ വാങ്ങിയിട്ട് അവര് റോഡ് ചെയ്യുമ്പോൾ എന്താ അഭിനന്ദനം പറയാൻ? ചെയ്തിട്ടില്ലെങ്കിലല്ലേ പറയേണ്ടത്? ചെയ്തത് എന്ത് പറയാനാ? രാഷ്ട്രീയക്കാരനെ ചെയ്തിരിക്കണ്ടേ? എല്ലാവരോടും പൈസ വാങ്ങിയിട്ട് അവനെ വള്ളം വിട്ടടിക്കലാ, അവനെ വയറ്റ് വിട്ടടിക്കലാ? അവൻ ചെയ്യേണ്ട പണിയാണത്. അതൊരിക്കലും വലിയൊരു ബഹുമാനമായിട്ട് പറയാനൊന്നുമില്ല. ഇതാണോ ബഹുമാനം? രാഷ്ട്രീയക്കാരൻ ചെയ്യേണ്ട ബഹുമാനം അവർക്ക് നമ്മളൊക്കെ കൊടുക്കുന്ന പൈസ അവൻ താറി ചെയ്യാതെ അവൻ കൊണ്ടുപോയി പുട്ടടിക്കുക എന്നുള്ളതാ? അല്ല, അതവൻ ചെയ്യേണ്ട ഡ്യൂട്ടിയാണ്. അതിനെന്താ അഭിനന്ദനം പറയാനാ? നമ്മളെ കേരളത്തിലെയും അതുപോലെ ഇന്ത്യ രാജ്യത്തെയും പല രാഷ്ട്രീയക്കാരും മോശമായി പോകുന്നത് ഇതുകൊണ്ടാണ്. എന്തുകൊണ്ട്? ഇങ്ങനെ ആവശ്യമില്ലാത്ത കുറെ സിന്ദാബാദ് വിളിച്ചു കൊടുക്കും, എന്നിട്ട് അതിന് ഫ്ലെക്സിന്റെ പൈസ ചെലവാക്കും, എന്നിട്ട് അവരെ ചീത്തയാക്കും. ഇത് ഞങ്ങളെന്തോ ഔദാര്യം ചെയ്താണ്. ആര് ഏതോ നാട്ടിലെ പണക്കാരൻ റോഡ് താറിയതെന്ന പോലെയാണോ നമ്മളെ നാട്ടിലെ ഭരണാധികാരികൾ താറിയത്? എന്നാൽ അല്ല, നമ്മൾ വോട്ട് കൊടുത്ത് വിജയിപ്പിച്ചത് എന്തിനാ? നമ്മളെ നാട്ടിലെല്ലാവരും അധ്വാനിച്ചുണ്ടാക്കിയ നമ്മുടെ സമ്പത്തിന്റെ ഒരു ഭാഗം നമ്മളെ ഭക്ഷണത്തിൽ നിന്നും നമ്മളെ ഓരോ സെക്കൻഡിലും വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗവൺമെന്റ്. ഇല്ലേ? ഓരോ സെക്കൻഡിലും വാങ്ങുന്നില്ലേ? ഇവിടെ ടാക്സ് ഇല്ലേ? 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 പറയണട്ടോ, ഉണ്ട്. ആ ടാക്സ് വാങ്ങുന്നത് എന്തിനാ? നമ്മുടെ നാട്ടിലെ റോഡിന്റെ വികസനത്തിനാ. അത് വലിയ ബഹുമാനം പറയാനൊന്നുമില്ല. മഹാനായ സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ, ആ ഖുലഫാഉർ റാഷിദീങ്ങൾ ചെയ്യുന്നതുപോലെ ചെയ്യുന്നതല്ല ഇത്. പിന്നെയോ നമ്മളോട് ടാക്സ് വാങ്ങിയിട്ട് ചെയ്തു വരുന്നതാണ്. അതിന് പ്രത്യേക അഭിനന്ദനം ഒന്നും പറയേണ്ടതില്ല. അത് ചെയ്യൽ അവരുടെ ഡ്യൂട്ടിയാണ്. നമ്മളെ സമ്പത്ത് കിട്ടിയാ പുട്ടടിക്കാനുള്ളതല്ല. ഇരിക്കട്ടെ, ഇടയ്ക്ക് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. ഞാൻ ഒരു രാഷ്ട്രീയക്കാരനും അല്ല. അതിന്റെ പേരിൽ തെറ്റിദ്ധരിക്കേണ്ട. റേഷൻ പീടികയിലെ അരി നല്ലതാണെന്ന് പറഞ്ഞ തെറ്റിദ്ധരിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. റേഷൻ പീടികയിലെ അരി അത് നിർബന്ധമായി കൊടുത്തിരിക്കണം. പാവങ്ങൾക്ക് കിട്ടേണ്ട ഭക്ഷണം കിട്ടിയിരിക്കണം. പിന്നെ എന്തിനാണ് ഭരണം ഏറ്റെടുത്തത്? അത് ഭരണാധികാരിയുടെ ബാധ്യതയാണ്. പാവത്തെ പണക്കാരന്റെ കയ്യിൽ നിന്ന് ടാക്സ് വാങ്ങിയിട്ട് അവൻ അതേ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ടവൻ അരി കൊടുത്തിരിക്കണം. അതുപോലെ അവൻ നാട് ഭരിക്കുന്നുണ്ടോ, പാവപ്പെട്ടവനെ പരിഗണിച്ചിരിക്കണം. റേഷൻ പീടികയിലെ അരി കൊടുക്കലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സംഗതിയൊന്നും ഒരു രാഷ്ട്രീയക്കാരന് എടുത്തു പറയാൻ മാത്രമുള്ള സംഗതിയല്ല. നമ്മളെ നാട്ടുകാർ ചീത്തയാക്കിയതാണ് ഭരണാധികാരികളെ. റേഷൻ പീടികയിൽ അരി കൊടുത്ത വകയിൽ അഭിവാദ്യങ്ങൾ. എന്ത് അഭിവാദ്യങ്ങൾ കൊടുക്കുന്നത്? നിർബന്ധമല്ലേ? അതല്ലാത്തതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പറയട്ടെ അവര്. ഇരിക്കട്ടെ, എനിക്കൊരു രാഷ്ട്രീയം ഇല്ലട്ടോ. ഞാൻ ഒരു രാഷ്ട്രീയത്തിന്റെയും ആളല്ല. അതേ സ്ഥാനത്ത് ഈമാനുള്ള വിശ്വാസികളെ, ചിലപ്പോൾ റേഷൻ പീടികയിൽ നിന്ന് കിട്ടുന്ന അരി ചിലപ്പോൾ കടയിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങുന്ന അരിയിനേക്കാൾ നല്ലതായിരിക്കും. അത് ആര് ഭരിക്കുമ്പോഴായാലും. ആര് ഭരിക്കുന്നില്ല, ആര് ഭരിക്കുന്നില്ല എന്റെ നോട്ടം. ആ റേഷൻ പീടികയിൽ നിന്ന് കിട്ടുന്ന അരി ചിലപ്പോൾ കൂടുതൽ ശരീരത്തിന് നല്ലതായിരിക്കും. കാരണം പോളിഷ് ചെയ്തിട്ടുണ്ടാവില്ല. നോക്കിയാൽ ചിലപ്പോൾ ചുവന്ന കളറായിരിക്കും, അതിന് ശരിയായ നിറായിരിക്കും. അതേ സ്ഥാനത്ത് കടയിൽ നിന്ന് വലിയ പൈസ കൊടുത്ത് വളക്കാരം വാങ്ങുമ്പോഴോ പരമാവധി പോളിഷ് ചെയ്തിട്ട് വെളുപ്പിച്ചിട്ടേ കൊടുക്കുള്ളൂ. ഈ അരി കൊണ്ടുപോയി തിന്നാൻ വയറ്റിൽ ദഹിക്കുമോ? ഇല്ല ഇല്ല. അപ്പൊ ഇവ ഇന്ത്യയിൽ ഏറ്റവും വലിയ പണക്കാരനായിട്ട് എന്താ കാര്യം? അല്ലേ? ഇന്ത്യയിൽ ഏറ്റവും വലിയ പണക്കാരനല്ലേ? അതുകൊണ്ട് എന്താ കാര്യം? സ്വർണത്തിന്റെ ബിസ്ക്കറ്റ് തിന്നാൻ പറ്റൂല, സ്വർണത്തിന്റെ ചായ കുടിക്കാൻ പറ്റൂല, സ്വർണത്തിന്റെ അരി വാങ്ങാൻ കിട്ടൂല എന്ന് മാത്രല്ല, സ്വർണത്തിന്റെ ബിസ്ക്കറ്റ് തിന്നാൽ സ്വർണത്തിന്റെ ഡോക്ടറെ കണ്ടുപിടിക്കേണ്ടി വരും ചികിത്സിക്കാൻ. അല്ലേ? അതുപോലെ സ്വർണത്തിന്റെ ചായ കുടിച്ചാൽ ചികിത്സിക്കാൻ ചിലപ്പോൾ ഡോക്ടറെ കിട്ടൂല. അപ്പൊ പൈസ എത്ര ഉണ്ടായിട്ടും കാര്യമുണ്ടോ? ഇല്ല. സമാധാനം ഉണ്ടാവോ? ഇല്ല. പൈസ കൂടുന്നതിനനുസരിച്ച് സമാധാനം കുറയുള്ളൂ. പൈസ ഉണ്ടായാൽ സമാധാനം ഉണ്ടാവും എന്നുള്ളത് തെറ്റിദ്ധാരണയാണ്. സമാധാനം എവിടെയാണ് എന്നറിയോ? അള്ളാന്റെ ഖുർആൻ പറഞ്ഞത് കേട്ടില്ലേ നിങ്ങൾ? അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അലാ അറിയണം, അലാ അറിയണം. ഇന്ന ഔലിയാ അല്ലാഹ്, അള്ളാന്റെ ഔലിയാക്കളിലെ ആ ഔലിയാക്കൾക്ക് ലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് ഒരു പേടിയുമില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ് ഒരു പേടിയില്ല. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. പേടിയേ ഇല്ല. പേടിയില്ല എന്നല്ല, പേടി എന്ന് പറയുന്ന പരിപാടി തന്നെ ഇല്ല. പിന്നെ വലാ ഹും യഹ്സനൂൻ, അവർക്ക് വിഷമങ്ങളേ ഇല്ല. വിഷമില്ല എന്നല്ല, വിഷമം തന്നെ ഇല്ല. വിഷമം എന്ന് പറയുന്ന പരിപാടി തന്നെ. ഇതാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. അപ്പൊ എവിടെയാ സമാധാനം? എവിടെയാ സമാധാനം? എവിടെയാ സമാധാനം? പൈസയിലാണോ? ആണോ? അല്ല. അധികാരത്തിലാണോ? അല്ല. ശക്തിയിലാണോ? അല്ല. പിന്നെ എവിടെയാ? തഖ്വൽ ഖുലൂബ്, നല്ല തഖ്വയുള്ള ഹൃദയം.
അല്ലാഹ്, ആ റബ്ബിനെ സ്മരിക്കുന്ന ഹൃദയം ഇതുണ്ടോ സമാധാനം ഉണ്ടാവും. ഇല്ലെങ്കിലോ ഒരു സമാധാനം ഉണ്ടാവില്ല. കോടിക്കണക്കിന് ഉറുപ്പിക ഉണ്ടായിട്ടും കാര്യമില്ല, ഒരു സമാധാനം ഉണ്ടാവില്ല. നിങ്ങൾ നോക്കി ഈമാനുള്ള വിശ്വാസികളെ. അതുകൊണ്ടാണ് മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം ഈജിപ്തിന്റെ ഭരണമേറ്റെടുത്തില്ലേ? എപ്പോഴാ ഭരണമേറ്റെടുത്തത്? ഒരു ദിവസം ഈജിപ്തിലേക്ക് കയറി വന്നിട്ട് ഇന്ന് മുതൽ ഞാനാ ഭരിക്കുന്നത്, എല്ലാവരും മാറിക്കോന്ന് പറഞ്ഞ് ഭരണമേറ്റെടുത്തതാണോ? അല്ല അല്ല, ഞാൻ എന്റെ പ്രസംഗം നിർത്തിയാണ്, നീട്ടിക്കൊണ്ടുപോകുന്നില്ല. യൂസുഫ് നബി അലൈഹിസ്സലാം ത്യാഗങ്ങളെ സഹിച്ചു, വിഷമങ്ങളെ സഹിച്ചു, പ്രയാസങ്ങളെ സഹിച്ചു. ഏത് മുതൽ സഹിച്ചു? കുട്ടിക്കാലം മുതൽ സഹിച്ചു. ആരെയും ആക്രമിച്ചിട്ടില്ല, ആരോടും പക തീർത്തിട്ടില്ല, ആരോടും അസൂയ വെച്ചതിന്റെ പേരിലല്ല, ആരെയും ശിക്ഷിച്ചതിന്റെ പേരിലല്ല, ആരെയും കുറ്റം പറഞ്ഞതിന്റെ പേരിലല്ല. മറിച്ചോ ബാപ്പക്ക് യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് അല്പം കൂടുതൽ സ്നേഹമുണ്ടോ എന്നൊരു ധാരണ മക്കളെ മനസ്സിൽ വന്നപ്പോ ആ മക്കൾ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കൊണ്ടുപോയി സഹോദരങ്ങളാകുന്ന സ്വന്തം കരങ്ങളെ കൊണ്ട് ആ സഹോദരങ്ങൾ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ തള്ളി. എവിടേക്ക് തള്ളി? ആളില്ലാത്ത പരിസരത്ത്, ഒരാളും താമസിക്കാനില്ലാത്ത, ഒരാളും രക്ഷിക്കാനില്ലാത്ത, ഒരാളും കേൾക്കാനില്ലാത്ത, ഒരാളും അറിയാനില്ലാത്ത ലോകത്തിൽ ആ കിണറിലേക്ക് കൊണ്ടുപോയി മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാമിനെ ഇറക്കി. കിണറ്റിലെത്തിയ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മനസ്സിൽ ഒരു പേടിയും പറയാനില്ല, ഒരു വിഷമവും പറയാനില്ല, ഒരു ടെൻഷനും പറയാനില്ല. എന്താ കാരണമെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്റെ അല്ലാഹ് അവനല്ലാതെ ഒരു ഇലാഹില്ലെന്ന് വിശ്വസിച്ച ആളല്ലേ മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. ചെറിയ കുട്ടിയല്ലേ, ആ കിണറിലെത്തിയപ്പോ പോലും മനസ്സിന് ടെൻഷനില്ല, ബേജാറില്ല.